നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാത്ത വീട്ടുകാർ കുറവായിരിക്കും അല്ലേ? എന്നാൽ മറ്റുള്ള പണികൾക്കിടയിൽ അത് ഉണ്ടാക്കിയാൽ ചില സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നോമ്പിന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബജി. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പച്ചക്കറികളോ ഫ്രൂട്ട്സോ ഇനി ചിക്കനോ മുട്ടയോ അങ്ങനെ എന്തുണ്ടെന്നുണ്ടെങ്കിലും അത് ഈ ഒരു ബജി മാവിൽ മുക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുള്ള ബജി മിക്സ് റെഡിയാക്കിയാലോ? 1 കപ്പ് കടലമാവിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു മിക്സ് നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പച്ചക്കറിയോ കോഴിമുട്ട പുഴുങ്ങിയതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് എളുപ്പത്തിൽ ബജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാൻ മറക്കരുത്. ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോഴും പറയാനൊക്കെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയായാലും നമ്മളെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക, ഫ്രീസറിലോ ഇനി ഫ്രിഡ്ജിലോ ഒന്നും അല്ലെങ്കിൽ പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഒരു മിക്സ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു പച്ചക്കായ ബജി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഏത്തക്ക ബജിന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കലക്കി എടുക്കുകയാണ്. അപ്പോൾ ബജിൻ്റെ ആ ഒരു പരുവ അറിയാലോ, ഏകദേശം ഒരു ദോശമാവിൻ്റെ അത്രയും കട്ടിയിൽ നമുക്ക് വേണം കേട്ടോ. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പച്ചക്കറിയിലൊന്നും അത് പിടിക്കില്ല. അപ്പോൾ ഞാനെന്താ പച്ചക്കായ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കരത്തിൽ അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബജി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് പച്ചക്കായ, ഉള്ളി, സവാള, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, പുഴുങ്ങിയ കോഴിമുട്ട, ഇനി അതല്ല ഉരുളക്കിഴങ്ങ് നമ്മൾ ബോണ്ടൊക്കെ ഉണ്ടാക്കുന്ന മസാല ഉണ്ടാക്കിയിട്ട് ഇതേ സെയിം മാവിൽ നിങ്ങൾക്ക് മുക്കി പൊരിച്ചാൽ അടിപൊളി ബോണ്ടയും കിട്ടും. ഇനി മൈസൂർ ബോണ്ട വേണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം മാവിലേക്ക് തന്നെ കുറച്ചുകൂടി കട്ടിയിലാക്കിയിട്ട് മാവ് കലക്കുക. ഇത്രയും ലൂസായിട്ട് വേണ്ട. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, സവാള ഒക്കെ കൊത്തി അരിഞ്ഞത് ചേർത്ത് മിക്സ് ആക്കിയിട്ട് ആ ബോൾസ് പോലെ അങ്ങനെ ഉരുട്ടിയിട്ട് പൊരിച്ചെടുത്താൽ മൈസൂർ ബോണ്ടയും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഒരേ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് പല ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കാം.